ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ വീഡിയോ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആണ്. 2 ദിവസം നടന്നത് ഞാൻ ഒന്നിച്ച് ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന്. കാണണം, ഷെയർ ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് ഡേ ഒരു കല്യാണത്തിന് പോയതും ഫ്രണ്ടിൻ്റെ ഹൗസ് വിസിറ്റ് ചെയ്തതുമാണ് കാണിക്കുന്നത്. സെക്കൻഡ് ഡേ ഞാൻ നാട്ടിലേക്കുള്ള എൻ്റെ ട്രിപ്പിനെ കുറിച്ചുമാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറെ കല്യാണമാണെന്ന്. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും മഞ്ചേരിയിലെത്തണം. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സിമ്പിളായിട്ടാണ് അന്ന് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കലക്കിപ്പാറുന്ന അപ്പം, ചീയപ്പം, നീർദോശ, അങ്ങനെ എല്ലാം ഇതിനെ പറയും. ഈ അപ്പത്തിൽ ബട്ടറാക്കിയിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പത്തിന് ഇന്ന് തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കല്യാണത്തിന് പോവാൻ റെഡിയായി. പോവാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് എടുത്ത വീഡിയോസാണത്. മഞ്ചേരിയിൽ നിന്ന് കല്യാണത്തിന് പോവാൻ സ്കൂൾ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഒരുപാട് ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ഷിജിതൻ്റെ കല്യാണമാണെന്ന്. ഷിജിത ഇംഗ്ലീഷ് ടീച്ചറാണ് സ്കൂളിൽ. കല്യാണത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഞാൻ കാണിക്കാം. ഇവരെല്ലാം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. ഞങ്ങളെല്ലാവരും കൂടിയുള്ള ട്രിപ്പും എല്ലാവരും പങ്കെടുക്കുന്ന ഫങ്ഷൻസും എല്ലാം നല്ല രസമായിരിക്കും. മുന്നേ സ്കൂളിൽ വർക്ക് ചെയ്ത ടീച്ചേഴ്സും കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കണ്ടിട്ട് ഒരുപാട് കാലമായിരുന്നു. അപ്പോൾ അവരെല്ലാം കണ്ടതിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു.
കല്യാണം കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ തന്നെ ഞങ്ങൾ മഞ്ചേരിയിലേക്ക് മടങ്ങി. മഞ്ചേരിയിലെത്തിയിട്ട് ഞാനും എൻ്റെ ക്ലോസ് ഫ്രണ്ട് സാജിദ ഞങ്ങൾ രണ്ടുപേരും കസവിൽ കയറി. അവിടെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. യൂട്യൂബ് വ്യൂവേഴ്സ് ഒരുപാട് ആൾക്കാർക്ക് സാജിദനെ അറിയുന്നുണ്ടാവും. അവരെ ചാനൽ കാണുന്നവരുണ്ടാവും ഒരുപാട് ആൾക്കാർ. മാജിക്കാസ ബൈ സാജിദ എന്നുള്ള ചാനൽ. പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും വിസിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് അവർ. ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരു പാരൻ്റായിട്ടാണ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ആയത്. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഇവർക്ക് 3 മക്കളാണ്. വലിയ മോള് മെഡിസിന് പഠിക്കുകയാണ്. പിന്നെ ഒരു മോന് +2. പിന്നെ ഏറ്റവും ചെറിയ ആൾ ദാഷിൻ, അവനാണ് ഞങ്ങളെ സ്റ്റുഡൻറ്റ്. ദാഷിൻ്റെ പാരൻ്റായിട്ടാണ് ഇവരെ ഞങ്ങൾക്ക് പരിചയം. പിന്നെ ഭയങ്കര ഒരു ക്ലോസായി. പിന്നെ ഫാമിലി ആയിട്ട് തന്നെ അവർ നമ്മളെ വീട്ടിലേക്കും നമ്മൾ അവരെ വീട്ടിലേക്കും പോകുന്ന അത്ര റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോസ് വീഡിയോസിലെല്ലാം അവരെ കാണിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവരെ ഈ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളടുത്ത് ഇല്ലാത്ത ഒരുപാട് ചെടികൾ അവർ നമുക്ക് തന്നു. ഈവനിങ് 3 o'clock ആയപ്പോഴേക്കും വീട്ടിലെത്തി. പിന്നെ അന്ന് ഈവനിങ് തന്നെ ഞങ്ങൾ വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാണ്ടിക്കാടുള്ള VTS ജ്വല്ലറിയിൽ പോയി. അവിടെ നല്ല ബ്രാൻഡഡ് വാച്ചസ് എല്ലാം നല്ലതുണ്ടായിരുന്നു അവിടെ. ഇതുവരെ നിങ്ങൾ കണ്ടത് 10th ഏപ്രിലിലെ വീഡിയോ ആണ്. ഏപ്രിൽ 13 ഞാൻ നാട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തിരൂരിൽ നിന്നാണ് ട്രെയിൻ. ഇന്ന് ട്രെയിന് 2 മണിക്കൂർ ലേറ്റാണ്. ഞങ്ങൾ ട്രെയിനിൽ കയറി. വെക്കേഷൻ കാരണം ട്രെയിനിൽ നല്ല റഷ് ഉണ്ടായിരുന്നു. ടെൻ 10:20 എല്ലാം ആയപ്പോഴേക്കും ഞങ്ങൾ ട്രിച്ചി ജംഗ്ഷനിലെത്തി. പക്ഷേ ഞങ്ങൾക്ക് ട്രിച്ചിയിൽ നിന്ന് കുംഭകോണത്തേക്കുള്ള ട്രെയിൻ മിസ്സായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ട്രെയിൻ ലേറ്റായത് കാരണം. പിന്നെ വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, അതിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അതിലാണ് കുംഭകോണത്തേക്ക് പോകുന്നത്.
ഇപ്പോൾ ടൈം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തഞ്ചാവൂരിൽ എത്തിയിട്ടുള്ളൂ ഇപ്പോഴും. ഞങ്ങൾ 2:30 ആയപ്പോഴേക്കും കുംഭകോണം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഡിന്നർ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടത്. ഡിന്നർന്ന് പറയാൻ പറ്റില്ല, ഏകദേശം മോർണിംഗ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോവാനുള്ള ഓട്ടോ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് 15 മിനിറ്റ്സ് ഉള്ള യാത്രയേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നാട്ടിലത്തെ വേറെ വിശേഷങ്ങളുമായി വേറെ വീഡിയോസിൽ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.